മലപ്പുറം താനൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ ബസ് ജീവനക്കാരൻ മർദ്ദിച്ചു. വട്ടത്താടി സ്വദേശി യാസിറിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. സമീർ ബിൻ കരീമാണ് ചേരുന്നത് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. സമീർ, ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ അറിയാം അവർ കാണിക്കുന്നത് തെമ്മാടിത്തരമാണ്. എന്താണ് സംഭവിച്ചത്? എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോൾ ഈ ബസ് ജീവനക്കാരുടെ മത്സരയോട്ടം അവർ റാഷായിട്ട് ഓടിക്കും. നമ്മൾ കാറൊക്കെ ഓടിച്ചു പോകുമ്പോൾ ഇങ്ങനെ സൈഡിലേക്ക് നമ്മളെ ചേർക്കും. അങ്ങനെ എന്തെങ്കിലും ആണോ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ എവിടെയാണ് ഇതിന്റെ തുടക്കം? ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം താനൂരിൽ നടക്കുന്നത്. വട്ടത്താണി സ്വദേശി യാസിർ ഓട്ടോ ഓടിച്ചു വരികയായിരുന്നു. അങ്ങനെ ഈ പകര എന്ന് പറയുന്ന സ്ഥലത്തെ ബസ് സ്റ്റോപ്പിൽ യാസിറിന്റെ ഭാര്യ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ബസ് സ്റ്റോപ്പിൽ നിർത്തി യാസിർ ഭാര്യയെ ഓട്ടോയിൽ കയറ്റുന്ന സമയത്താണ് അതുവഴി സ്വകാര്യ ബസ് വരുന്നത്. അങ്ങനെ ഈ ഓട്ടോയിൽ കയറ്റുന്ന ദൃശ്യങ്ങൾ ഈ ബസ്സിലെ ജീവനക്കാർ പകർത്തി എന്നാണ് യാസിർ പറയുന്നത്. സാധാരണഗതിയിൽ ഈ ഓട്ടോറിക്ഷക്കാർക്ക് ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആളുകളെ ഇങ്ങനെ കയറ്റി കൊണ്ടുപോകാനുള്ള ഒരു അനുമതി ഇല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അത് ബസ്സുകാർക്ക് മാത്രമുള്ളതാണ്, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നതാണ്. അങ്ങനെ ഈ ഭാര്യയല്ല, ഏതോ ബസ്സിൽ കയറാനുള്ള യാത്രക്കാരെയാണ് യാസിർ ഓട്ടോയിൽ കയറ്റിയത് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഈ സ്വകാര്യ ബസ് ജീവനക്കാർ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. അങ്ങനെ തൻ്റെ ഭാര്യയുടെ ദൃശ്യം എന്തിന് പകർത്തി എന്ന് ചോദിച്ച് യാസിർ അടുത്തേക്ക് എത്തുന്ന സമയത്താണ് ഈ യാസിറിനെ ബസ് ജീവനക്കാരൻ മർദ്ദിക്കുന്നത് എന്നാണ് ഈ യാസിർ വ്യക്തമാക്കുന്നത്. അങ്ങനെ യാസിറിനെ ചവിട്ടി വീഴ്ത്തി അതിനുശേഷം വീണ്ടും മർദ്ദിച്ചു എന്നുള്ളതാണ്. യാസിറിന്റെ ഭാര്യയുടെ മുൻപിൽ വെച്ചാണ് ഈ ക്രൂരമർദ്ദനം എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെ യാസിർ താനൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഈ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയും തേടിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് താനൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. അത് ഭാര്യയാണ്. ഞാൻ വിചാരിച്ചു ഒരു ഓട്ടോറിക്ഷയിൽ കയറിയ ഒരു സ്ത്രീയാണെന്ന് വിചാരിച്ചു. ഭാര്യയുടെ മുമ്പിൽ വെച്ചാണ് അങ്ങനെ മർദ്ദിക്കുന്നത്. ആ മുണ്ടൊക്കെ അഴിഞ്ഞു പോകുന്നുണ്ട്. എന്തിനാണ് ഇവരിതൊക്കെ ചെയ്യണം? അത് മാത്രമല്ല, അതിൻ്റെ കാരണം കേട്ടില്ലേ? ബസ് സ്റ്റോപ്പിൽ അതിനരികിലൊക്കെ ആരെങ്കിലും വന്നിട്ട് ബസ്സിൽ കയറാനുള്ള യാത്രക്കാരെ ഓട്ടോറിക്ഷയിൽ കയറ്റാൻ പാടില്ല. അവർക്ക് കയറണമെങ്കിൽ അവർ കയറട്ടെന്നേ. അങ്ങനെയൊക്കെ നിയമം ഉണ്ടോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. മാത്രമല്ല, ചില സമയത്തെ ഈ പറയുന്ന ചില വാഹനങ്ങളുടെ അതിപ്പോ ബസ്സെന്ന് മാത്രമല്ല അമിത വേഗത്തിൽ പോവുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് നോക്കിയാൽ, ഇവരൊന്നും പറയണ്ട, ഒന്ന് നോക്കിയാൽ നമ്മുടെ പിതാവിനെയും പിതാമഹന്മാരെയും എല്ലാം പരാമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരും. പിന്നെ നമ്മളിങ്ങനെ ഒന്നും മിണ്ടാതെ കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യം പ്രത്യേകം പറയണം, ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. ബസ് ഓടിക്കുന്നവരാകട്ടെ, അതിലെ കണ്ടക്ടർമാരാകട്ടെ, അതുപോലെ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരും ഒക്കെ തന്നെ. പക്ഷെ ചിലരാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. ആ പ്രശ്നക്കാർക്ക് കൃത്യമായിട്ട് ഇപ്പൊ ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകണം.